നമസ്കാരം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൗണ്ട് ഡൗൺ എന്ന പേരിൽ മറുനാടൻ സ്പെഷ്യലിൽ ഞാൻ ആരംഭിച്ചിരിക്കുന്ന ദിവസ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇന്ന് വിലയിരുത്തുന്നത്. നമുക്കൊക്കെ അറിയാം, CPM-ന് ഏറ്റവും കൂടുതൽ അടിവേരുള്ള രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ. കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് തന്നെയാണ് CPM-ന്റെ പാർട്ടി സ്വഭാവം നിലനിർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. പുന്നപ്ര വയലാറിൻ്റെ നാടാണ് ആലപ്പുഴ എന്ന് മറക്കരുത്. കണ്ണൂർ നഗരത്തിനും മലയോര പ്രദേശത്തിനും CPM വിരുദ്ധ സ്വഭാവമുണ്ടെങ്കിൽ ആലപ്പുഴയ്ക്ക് അങ്ങനെയൊരു സ്വഭാവമില്ല. ഇരിക്കൂറും പേരാവൂരും മാത്രമല്ല, കണ്ണൂർ നഗരം പോലും CPM-ന് അനുകൂലമായ സാഹചര്യമുള്ള ജില്ലയല്ല. എന്നാൽ ആലപ്പുഴയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ആകെയുള്ള 9-ൽ 8 സീറ്റിലും ആധികാരികമായി വിജയം ഉറപ്പിച്ചാണ് LDF-ന്റെ മുമ്പോട്ടുള്ള പോക്ക്. ഹരിപ്പാട് UDF ജയിക്കുന്നത് രമേശ് ചെന്നിത്തല തന്ത്രപരമായ ചില നീക്കങ്ങളിലൂടെ വിജയം ഉറപ്പാക്കുന്നത് കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ തവണ അരൂരിൽ ദലീമോ ജോജോ 7013 വോട്ടിനും, ചേർത്തലയിൽ P പ്രസാദ് 6148 വോട്ടിനും, ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ 11644 വോട്ടിനും, അമ്പലപ്പുഴയിൽ H സലാം 11125 വോട്ടിനും, കുട്ടനാട് തോമസ് K തോമസ് 5516 വോട്ടിനും, ഹരിപ്പാട് രമേശ് ചെന്നിത്തല 13666 വോട്ടിനും, കായംകുളത്ത് U പ്രതിഭ 6298 വോട്ടിനും, മാവേലിക്കരയിൽ MS അരുൺകുമാർ 24717 വോട്ടിനും, ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 32093 വോട്ടിനുമാണ് ജയിച്ചത്. 9 സീറ്റിൽ 8 ജയിച്ചെങ്കിലും 2 മാത്രമായിരുന്നു ആധികാരികമായ വിജയം, ചെങ്ങന്നൂരിലും മാവേലിക്കരയിലും. അതുകൊണ്ട് തന്നെ ഇക്കുറി UDF ഈ 2 സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ്. ഒരു കാലത്ത് UDF-ന്റെ കുത്തകയായിരുന്ന ചെങ്ങന്നൂർ സജി ചെറിയാനിലൂടെ മഹാഭൂരിപക്ഷത്തിലേക്ക് LDF മാറിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലാത്തതിനാൽ സജി ചെറിയാൻ തന്നെ വീണ്ടും മത്സരിക്കും എന്നതിനാൽ വലിയ പ്രതീക്ഷയൊന്നും ചെങ്ങന്നൂരിൽ അവർക്കില്ല. എന്നാൽ CPM-ന് ഉറപ്പെന്ന് കരുതുന്ന ചെങ്ങന്നൂരിൽ അവർക്ക് തലവേദനയായി വളർന്നു വരുന്നത് BJP ആണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP-യും CPM-ഉം തമ്മിലുള്ള അകലം നിസ്സാരമായിരുന്നു. UDF ഏതാണ്ട് 46,000-ഓളം വോട്ടുകൾ നേടിയപ്പോൾ CPM-ഉം BJP-യും ഏതാണ്ട് 40,000-41,000 വോട്ടുകളാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേടിയത്. എന്ന് വെച്ചാൽ CPM-ന്റെ വോട്ടിൽ നല്ലൊരു പങ്ക് BJP കൊണ്ടുപോയിരിക്കുന്നു എന്നർത്ഥം. സന്ദീപ് വാചസ്പതി എന്ന യുവ നേതാവ് ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് വലിയ പ്രതിഫലനമുണ്ടായിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി മത്സരിച്ചാൽ സജി ചെറിയാന് പരമ്പരാഗതമായി കിട്ടിയിരുന്ന വോട്ടുകളിൽ നല്ലൊരു പങ്ക് സന്ദീപിന് പോകും എന്ന ആശങ്ക CPM വൃത്തങ്ങൾക്കുണ്ട്. ചെങ്ങന്നൂരിലെ സന്ദീപ് വാചസ്പതിയേക്കാൾ CPM-ന് ഉറക്കം കെടുത്തുന്നത് കായംകുളത്തെ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യമാവും. ശോഭാ സുരേന്ദ്രൻ ഇക്കുറി കായംകുളത്ത് തന്നെയായിരിക്കും മത്സരിക്കുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പായതോടെ CPM ആശങ്കയോടെ ഇതിനെ കൈകാര്യം ചെയ്യാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് KC വേണുഗോപാലിന് തൊട്ടു പിന്നിൽ രണ്ടാമതെത്തിയെന്ന് ഓർക്കണം. AM ആരിഫ് ശോഭാ സുരേന്ദ്രൻ്റെ പിന്നിൽ മൂന്നാമതായിരുന്നു. 48,020 വോട്ടാണ് കായംകുളം മണ്ഡലത്തിന് കീഴിൽ AM ആരിഫ് നേടിയതെങ്കിൽ 48,775 വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടി. ഏതാണ്ട് 700-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം CPM-നേക്കാൾ BJP-ക്കുണ്ടായി. 50,212 വോട്ട് മാത്രമാണ് ജയിച്ച KC വേണുഗോപാൽ നേടാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കേവലം 2000 വോട്ട് മാത്രമാണ് കായംകുളം മണ്ഡലത്തിൽ വിജയിച്ച KC വേണുഗോപാൽ നേടിയത്. ഇത് തന്നെയാണ് CPM-ന് ഉറക്കം കെടുത്തുന്നത്. ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിച്ചാൽ തീർച്ചയായും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും സ്ഥാനാർത്ഥികൾ അപ്രസക്തരാകുമെന്നും ഈ 2 പാർട്ടികൾക്കും വോട്ട് ചെയ്ത പലരും ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യുമെന്നും ശോഭ ഒരുപക്ഷെ വിജയിക്കുക പോലും ചെയ്യുമെന്നും കോൺഗ്രസ് CPM വൃത്തങ്ങൾ ആശങ്കപ്പെടുന്നു. അതെ, CPM-ന്റെ കോട്ടക്കൊത്തളമായ ആലപ്പുഴയിൽ BJP 2 സീറ്റുകളിൽ സാധ്യത തെളിയിച്ച് മുന്നേറുന്നത് എങ്ങനെയാണ് CPM-ന്റെ ഉറക്കം കെടുത്താതിരിക്കുന്നത് എന്ന് മാത്രമല്ല, പിണറായി തരംഗം നിലനിന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ഒഴികെയുള്ള ബാക്കി എല്ലാ സീറ്റുകളിലും LDF-ന്റെ ഭൂരിപക്ഷം കുറവായിരുന്നു. അരൂരിൽ കേവലം 7013 വോട്ടുകൾക്കാണ് ദലീമ ജോജോ തോൽപ്പിക്കുന്നത്. ഇക്കുറി ഷാനിമോൾ തന്നെയായിരിക്കും അരൂരിൽ മത്സരിക്കുന്നത്.
വിജയം ഉറപ്പാണ് എന്ന് UDF വൃത്തങ്ങൾ പറയുന്നു. മന്ത്രി പി പ്രസാദ് ചേർത്തലയിൽ ജയിച്ചത് കേവലം 6148 വോട്ടുകൾക്കാണ്. മാന്യനായ പ്രസാദ് ഇക്കുറി വീണ്ടും മത്സരിക്കുന്നുണ്ടെങ്കിലും UDF ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി പോരടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ 11,644 വോട്ടുകൾക്കാണ് ചിത്തരഞ്ജൻ ജയിക്കുന്നത്. 30,000-ലധികം വോട്ടുകൾക്ക് തോമസ് ഐസക് ജയിച്ചിടത്താണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം 11,644 ആയത്. അത് വളരെ അനായാസം മറികടക്കാം എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അമ്പലപ്പുഴയിൽ H സലാം 11,125 വോട്ടുകൾ മാത്രമാണ് വിജയിക്കാൻ നേടിയത്. ഇത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജി സുധാകരനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ നീക്കമുണ്ട്. ജി സുധാകരനെ അല്ലെങ്കിൽ UDF BJPയോ റാഞ്ചി കൊണ്ടുപോയി അവിടെ തന്നെ മത്സരിപ്പിച്ച് അട്ടിമറി നടത്തും എന്ന് ആശങ്കപ്പെടുന്നത് CPM വൃത്തങ്ങൾ തന്നെയാണ്. കുട്ടനാട് പിടിവാശിക്കാരനായ തോമസ് കെ തോമസ് ഇക്കുറി LDFന്റെ അനിഷ്ടം പിടിച്ചു പറ്റിക്കൊണ്ടാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ കേവലം 5,516 വോട്ടിനായിരുന്നു തോമസ് കെ തോമസ് ജയിച്ചത്. ഇക്കുറി സ്വന്തം പാർട്ടിയിൽ പോലും എതിർപ്പുണ്ടായിട്ടും സ്വന്തമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാണ് തോമസ് കെ തോമസ് പരാജയം ഏറ്റുവാങ്ങാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹരിപ്പാട് 13,666 എന്ന മാന്യമായ ഭൂരിപക്ഷമുള്ള രമേശ് ചെന്നിത്തല ഇക്കുറി അത് മെച്ചപ്പെടുത്തുമെന്ന് കണക്കാക്കുന്നു. 6,298 വോട്ടുകൾക്കാണ് കായംകുളത്ത് അരിതാബാബുവിനെ തോൽപ്പിച്ച് പ്രതിഭ ജയിച്ചത്. ഇക്കുറി കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നറിഞ്ഞതോടെ കരുത്തനായ സ്ഥാനാർത്ഥിയെ നോക്കിയിറങ്ങിയിരിക്കുകയാണ് CPIM. 2016 കായംകുളത്ത് മത്സരിച്ചെങ്കിലും 2021 അമ്പലപ്പുഴയിലേക്ക് മാറിയ M ലിജു തന്നെയായിരിക്കും ഇക്കുറി അമ്പലപ്പുഴയിൽ മാറ്റൊരുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 9 സീറ്റുള്ള ആലപ്പുഴയിൽ CPMന് ഉറപ്പ് പറയാവുന്ന ഒരു സീറ്റ് മാവേലിക്കര മാത്രമാണ്. ഒരുപക്ഷെ ചെങ്ങന്നൂർ കൂടി ലഭിച്ചെന്ന് വരാം. ബാക്കി 6 സീറ്റിൽ UDFനും 1 സീറ്റിൽ BJPക്കുമുള്ള വിജയ സാധ്യതയാണ് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്നത്.